ലോകം പ്രതീക്ഷിക്കുന്നുണ്ട് ഖമനയുടെ ഭാഗത്തു നിന്നൊരു ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു സമൂഹ മാധ്യമത്തിൽ വിശ്വസനീയമായ ആധികാരികമായ ഒരു പോസ്റ്റ് അതൊന്നും വരുന്നില്ല താനും. ക്രിസ്റ്റീന, അത് തന്നെയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇറാൻ അത്തരത്തിൽ ഒരു ഔദ്യോഗികമായിട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ വാർത്തകൾ വരുന്നത് അത്തരത്തിലുള്ള ഇത് ശരിയല്ല, അല്ലെങ്കിൽ ഖമനയി കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞത് ഖമനയി കൊല്ലപ്പെട്ട് തന്നെയാണ്. നെതന്യാഹു പറഞ്ഞത് ദെയർ ലീഡർ ഡെഡ് എന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. അതുപോലെ തന്നെ ട്രംപ് പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെകുത്താൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാൻ ജനതയ്ക്ക് മാത്രമല്ല, ഇത് അമേരിക്കയ്ക്കും ലോകത്തെമ്പാടും നീതി ലഭിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇത്. ഇനി ഇറാൻ ജനതയ്ക്ക് ഭരണം ഏറ്റെടുക്കേണ്ടുന്ന ഒരു സമയമാണെന്ന് തന്നെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇറാനിലെ അവസാന ഷായായിരുന്ന മുഹമ്മദ് ഷായുടെ മകനായിട്ടുള്ള റേസ പഹലവി പ്രവാസത്തിലാണ് നാടുകടത്തപ്പെട്ട റേസ പഹലവി പറഞ്ഞിരിക്കുന്നത്, ഇറാനിൽ ഇപ്പോൾ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ആഘോഷത്തിന്റെ നിമിഷങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഇത് വ്യക്തമായ ഭരണമാറ്റം എന്ന സൂചനകൾ തന്നെയാണ്. നേരത്തെ തന്നെ ഈ റേസ പഹലവി ഇവിടെ ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളെ പിന്തുണച്ചിരുന്നു. ഭരണം ഏറ്റെടുക്കാൻ തയ്യാറാണ്, താൻ അമേരിക്കയിലാണ് താമസിക്കുന്നത്, എന്നാൽ ഇറാൻ സ്വന്തം നാട്ടിൽ വന്ന് ഭരണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ പറഞ്ഞത് രാജ്യത്ത് ആഘോഷത്തിന്റെ നിമിഷങ്ങൾ ഉടൻ വരാനിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ റേസ പഹലവി പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഇപ്പോൾ ആ യാത്രകൾ ഉണ്ടാകില്ല എന്നും ഇപ്പോൾ വൈറ്റ് ഹൗസ് അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു അടിയന്തര സാഹചര്യം കണക്കെടുത്ത് UN രക്ഷാസമിതി യോഗം ചെയ്തിരുന്നു. അതിൽ ഇപ്പോൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത്, ഈ ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യം പറയുന്നത് സ്ഥിരീകരിക്കാൻ UN രക്ഷാസമിതി അല്ലെങ്കിൽ അത് UN ആകില്ല, ആ ഒരു ഘട്ടത്തിലല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അന്റോണിയോ ഗുട്ടറസിന്റെ പ്രതികരണം വരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമനയി എന്ന് പറയുന്നത്. ഇപ്പോൾ 89 വയസ്സാണ്. നേരത്തെ ഈ ആക്രമണം സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ തന്നെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അവിടെ നിന്നും ഇറാനും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ അതൊരു പ്രദേശത്തെ തന്നെ ഒരു റീജിയൻ വാറിലേക്ക് നീങ്ങും, ഒരു പ്രദേശത്തെ തന്നെയായിരിക്കും യുദ്ധത്തിലേക്ക് നീങ്ങുക എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത്തരത്തിൽ പൊതുവേദികളിൽ വളരെ അപൂർവമായി തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഈ ഒരു സുരക്ഷ മുൻനിർത്തി തന്നെയാകും. അതുകൊണ്ട് ഇന്നലെ തന്നെ ആക്രമണം ഉണ്ടായപ്പോൾ ആ ഒരു കൊട്ടാരം തകർന്നു, അതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഈ ഒരു കാര്യത്തിൽ ഇറാൻ ഇപ്പോൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇറാന്റെ സൈനിക IRGCയുടെയും അതുപോലെ തന്നെ സുപ്രധാന കേന്ദ്രങ്ങളുടെയും എല്ലാം തലവനാണ്, പരമോന്നത പദവി വഹിക്കുന്ന ഒരു നേതൃത്വം കൂടിയാണ് ആയത്തുള്ള അലി ഖമനയി എന്ന് പറയുന്നത്. ആയത്തുള്ള റൂഹുള്ള ഖമനയുടെ പിൻഗാമിയായാണ് ഈ ആയത്തുള്ള അലി ഖമനയി അറിയപ്പെടുന്നത്. രാജ്യത്ത് തന്നെ ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. കടുത്ത നിലപാടുകൾക്ക് തന്നെ എതിർപ്പ് തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഡെത്ത് ടു ദ ഡിക്റ്റേറ്റർ എന്ന പേരിൽ ഇറാനിൽ ആരംഭിച്ച ഒരു പ്രക്ഷോഭം അത് വിദ്യാർത്ഥികളുടെ ഒരു പ്രക്ഷോഭമായിരുന്നു, അല്ലെങ്കിൽ വിലക്കയറ്റത്തിനെതിരെ റിയാലിൻ്റെ തകർച്ചയ്ക്കെതിരെയായിരുന്നു ജനം തെരുവിലിറങ്ങിയത്. പിന്നീട് അത് ഭരണകൂടത്തിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമായി മാറുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഖമനയുടെ നയങ്ങളും അല്ലെങ്കിൽ കടുത്ത നിലപാടുകളിലും രാജ്യത്ത് തന്നെ എതിർപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനോടും കടുത്ത എതിർപ്പുള്ള ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിൻ്റെയും അതേപോലെ തന്നെ അമേരിക്കയുടെ നീക്കങ്ങൾ ഇത് മാസങ്ങൾക്ക് മുമ്പേ ആസൂത്രണം ചെയ്തതാണ്. ഇന്നലെ തന്നെ US പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് പറഞ്ഞത്, ഇത് എന്താ പറയുക, US കോൺഗ്രസിൽ 8 ഗ്യാങ്ങുകൾ അല്ലെങ്കിൽ ഗ്യാങ്സ് ഓഫ് 8 എന്ന അവർക്ക് ട്രംപ് ഇത് നിർദ്ദേശം നൽകിയിരുന്നു. അദ്ദേഹം ഇത് ഓപ്പറേഷൻസ് എല്ലാം കണ്ടു വിലയിരുത്തി എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ മാസങ്ങൾ നീണ്ട ഒരു തയ്യാറെടുപ്പ് തന്നെയായിരുന്നു ഇത് തന്നെയാണ്. ഇറാനിൽ ഒരിക്കൽ ട്രംപ് പറഞ്ഞത്, ഈ ആണവ ചർച്ചകളെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ ട്രംപ് പറഞ്ഞത്, ഇറാന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് ഭരണമാറ്റമായിരിക്കും എന്ന് ട്രംപ് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ട്വീറ്റിൽ നിന്നും വരുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഘർഷം രൂക്ഷമായിരിക്കുന്നു. ഇറാനിൽ ഒരു റെജിം ചേഞ്ച് എന്ന ഒരു ഇതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. 1979
1979 ഇസ്ലാമിക് റവല്യൂഷൻ തന്നെ ആ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയതാണ്. ഇറാനിൽ ഇപ്പോൾ ഖമനഈ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ആ ഒരു റെജിമിന് അവസാനമാകുമോ, പുതിയ ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. അതിൻ്റെ ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും, അതിൻ്റെ ഒഫീഷ്യൽ പ്രതികരണം എന്തായിരിക്കുമെന്ന് തന്നെയാണ് വരും മണിക്കൂറുകളിൽ ഏറ്റവും നിർണായകമാകുക. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.